സൂപ്പർ പടമാണ് കേട്ടോ. പലർക്കും പല മൈൻഡ് സെറ്റ് അല്ലേ, എനിക്കിഷ്ടമായി, അത്രേ ഉള്ളൂ. വലിയ ഇതായിട്ടൊന്നുമില്ല, കണ്ടിരിക്കാം അത്രേ ഉള്ളൂ. പിന്നെ ഇവിടേക്ക് ഒരു ഡ്രാമാറ്റിക് ഫീലൊക്കെ തോന്നിപ്പോയി. അങ്ങനെയൊന്നുമില്ല, ആ ഒരു ഗ്രൂവിൽ വീഴാൻ വേണ്ടി കുറച്ച് സമയം എടുക്കും. ഒരു എന്താ പറയുക, ഇപ്പോൾ ഇൻ്റർവ്യൂസിലൊക്കെ പറഞ്ഞ പോലെ ഒരു ഫെയറി ടെയിൽ ടൈപ്പ് ഓഫ് മൂവിയാണ്. LGPയുടെ പടമല്ലേ? LGP പടം തന്നെയാണ്. LJP പടം, ലിജോയിന് പടം, LGP ഫിലിമാണ്. 100% ലിജോസ് പെല്ലിശ്ശേരി പടമാണ്. LJPയുടെ ടിപ്പിക്കൽ പടം. LJP പടം എന്ന രീതിയിൽ എനിക്കിഷ്ടപ്പെട്ടു. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. എനിക്കിഷ്ടമായി. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. മലയാളത്തിൽ ഇത് പീക്ക് ലെവൽ, ഇത് വേറെ ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ളൊരു പടമാണ് വന്നിട്ട്. എൻ ക്രെഡിറ്റ് കിണ്ണമായിരുന്നു, അടിപൊളി. എൻ ക്രെഡിറ്റിലാണ് പടം, സൂപ്പർ. സെക്കൻഡ് പാർട്ടിന് വെയിറ്റിംഗ്. നല്ല പടം. സ്റ്റാർട്ടിംഗ് ലോക്സ് ലാഗ് ഉണ്ടായിരുന്നു, എന്നാലും ബാക്കിയെല്ലാം നന്നായിരുന്നു. ഇല്ല, ലാഗ് എന്ന് വെച്ചാൽ അത് ഉള്ള ലാഗ്, അതൊരു ബ്യൂട്ടിയാണ് ലാഗ്. ഫൈറ്റ് സീനൊക്കെ നല്ല അടിപൊളിയായിരുന്നു. എല്ലാ പുള്ളിന്റെ എല്ലാ പടവും ഇങ്ങനെ ഓരോരോ വെറൈറ്റി, അതുപോലെ ഇതും ഒരു വെറൈറ്റി പടം. ടോപ്പ് നോച്ച് മേക്കിംഗ്, ഒന്നും പറയില്ല. അതിൻ്റെ ഫ്രെയിംസ് മേക്കിംഗ്, ഒരുപാട് ലോങ് ഷോട്ട്സ് ഉണ്ട്, സ്ലോ പേസ്ഡ് ആണ്. പിന്നെ പക്ഷെ കഥ എൻഗേജിങ് ആണ്. ഒരു വെറൈറ്റി പടമാണ് ഇത്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ക്ലാസിക്കാണ്. ഇതിനകത്തുള്ള ഫ്രെയിംസ്, കാര്യങ്ങൾ വിഷ്വലി സ്റ്റണ്ണിങ് ആണ് പടം. കിടിലനായിട്ട് തന്നെയാണ് ഓരോ ഫ്രെയിംസും ലിജോ ജോസ് പെല്ലിശ്ശേരി എക്സിക്യൂട്ട് ചെയ്തേക്കണം. ആ ക്രൗഡ് ഫില്ലായിട്ടുള്ള ഫ്രെയിംസ്, കാര്യങ്ങൾ, കളർ ഗ്രേഡിങ് ഒക്കെ അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. പിന്നെ ആക്ഷൻ സീക്വൻസിലൊക്കെ ഒരു വെറൈറ്റി ഉണ്ടായിരുന്നു. പിന്നെ സെക്കൻഡ് ഹാഫിൽ ഒരു വാർ സീക്വൻസ് ഉണ്ട് തുടക്കം തന്നെ. ആ ഒരു വാർ സീക്വൻസിൽ ഉപയോഗിച്ചേക്കുന്ന സ്കോറിങ്, കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. ആ ഒരു സീക്വൻസ് ഭയങ്കര രസമായിരുന്നു. പിന്നെ കണ്ടിരിക്കാൻ നല്ല രസമുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, എല്ലാവർക്കും സിനിമ ഇഷ്ടപ്പെടില്ല, അത് ഉറപ്പാണ്. കാരണം സ്ലോ ആയിട്ടാണ് പടം പോണത് തന്നെ. ഒരു വെറൈറ്റി പടമാണ്. ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ സിനിമകൾ ഇഷ്ടപ്പെടുന്നവർ എന്തായാലും വന്ന് കാണാം.